അസ്സലാമലൈക്കും. ഹൈസൂസ് ഹബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാർ, നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രേവിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ചൂടായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ പച്ചച്ചുവ ഒന്ന് പോണത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചും വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് വേണം കേട്ടോ. നന്നായിട്ട് നിറക്കി കൊടുക്കണം. ഇതിലേക്ക് 2 വലിയ തക്കാളിയും 2 സവാളയും കൂടി പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചതാണ്. അത് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സുക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് സോഫ്റ്റ് ആവും ചെയ്യും. പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു പുളി ഉണ്ടായിരിക്കും. ചെറിയൊരു പുളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ ഇത് ഞാൻ കീറുന്നില്ല, ഇതേപോലത്തെ മുറിക്കണില്ല, ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാണ്. അപ്പോൾ ഇത് പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മേലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ ഒഴിക്കുമ്പോൾ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ.